കുട്ടികളെ നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 80-ലെ 4th ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഷോൺ ബിലോ ഈസ് എ മെത്തേഡ് ടു ദ പ്രോഡക്റ്റ് 46x28. നമുക്ക് 46x28 സാധാരണ രീതിയിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ അറിയാം അല്ലേ? പക്ഷെ ഇതൊരു പ്രത്യേകമായ ഒരു രീതിയിൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂടെ 4x2 ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് 8. ആ 8 × 100 800 എന്ന് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അവർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് മിഡിൽ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം നമുക്ക് ആൻസർ 44 എന്ന് കിട്ടി. സോ 44 × 10 എന്ന് പറഞ്ഞാൽ 440 വന്നു. ദെൻ അടുത്തത് ലാസ്റ്റ് 2 ടൈംസ്, അതായത് 6 8s ആർ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു. അത് മൂന്നും കൂടി ആഡ് ചെയ്താൽ 1288. യഥാർത്ഥത്തിൽ 46x28 എന്ന് പറയുന്നത് 1288 ആണ്. അത് ചെയ്യാനൊരു പ്രത്യേക മെത്തേഡ്. നമുക്കൊരു ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് ദിസ് മെത്തേഡ് ഫോർ സം അതർ 2 ഡിജിറ്റ് നമ്പർ. ഈ മെത്തേഡ് വേറെ ഏതെങ്കിലും ഒരു 2 ഡിജിറ്റ് നമ്പറിൽ നമ്മളിന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? നോക്കാം. നമുക്ക് ഒരു 2 ഡിജിറ്റ് നമ്പർ എടുത്ത് നോക്കാം. 26 × 34. അപ്പോൾ പറഞ്ഞിരിക്കും 26 × 34. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരുന്നത് ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂടെ, ദാറ്റ് ഈസ് 2 3s are 6. ആ നമ്പർ ഇൻറ്റു 100 ചെയ്യണം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 600. അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ മിഡിൽ 2 ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അത് ആഡ് ചെയ്യുക. അതായത് 2 × 4 8 പ്ലസ് 6 × 3 18. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 26 എന്ന് കിട്ടും. ആ നമ്പർ ഇൻറ്റു 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 260. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് ടൈം. ലാസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് ടൈമും ഈ സെക്കൻഡ് ടൈമും 6 4s are 24. ആ 24 അതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ? 4 6 + 2 8. ദെൻ 6 + 2 8 ഇവിടെ 6 + 2 8 തന്നെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 884. നമ്മൾ 26 × 34 ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താലും 884 എന്നാണ് കിട്ടുന്നത്. ഇനി ഇവിടുത്തെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് കറക്റ്റ് യൂസിങ് ആൽജിബ്ര. ആൽജിബ്ര ഉപയോഗിച്ച് ഇത് കറക്റ്റ് ആണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു കാര്യം ഒരു പറഞ്ഞു. റീകോൾ ദാറ്റ് എനി 2 ഡിജിറ്റ് നമ്പർ ക്യാൻ ബി റിട്ടൺ 10m + n. 10m + n എന്ന് ഒരു 2 ഡിജിറ്റ് നമ്പറിനെ എഴുതാമെന്ന് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ? എല്ലാവരും ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാമേ. ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് 10m + n എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 24 എന്നുള്ള സംഖ്യ നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 24 എന്ന് പറഞ്ഞാൽ 2 × 10 + 4 × 1. പ്ലേസ് വാല്യൂസ് നിങ്ങൾ എക്സ്പാൻഡഡ് ഫോമൊക്കെ 3ലും 4ലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഈ 24-ൽ 20 എന്നുള്ള പ്ലേസ്, അതായത് 2 × 10 2 10കൾ ചേർന്നതാണ് 20. അതാണ് നമ്മൾ 2 × 10 20 എന്ന് പറയുന്നത്. 20 + 4 1കൾ 4 × 1 4 1s. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 24. അപ്പോൾ ഏതൊരു 2 ഡിജിറ്റ് നമ്പറിൻ്റെയും ആദ്യത്തെ പ്ലേസിൽ 1s പ്ലേസും ഇത് 10s പ്ലേസിൽ. അപ്പോൾ 10s പ്ലേസിലുള്ള സംഖ്യയോട് കൂടി എന്തുണ്ടാവും? എപ്പോഴും 10 ഉണ്ടാവും എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളണം. ഇത് 2 2 ഡിജിറ്റ് നമ്പേഴ്സാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 2 ഡിജിറ്റ് നമ്പറിന് നമ്മൾ ഈ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതണം. അപ്പോൾ നമ്മളൊരു എന്താണ്, നിങ്ങൾക്ക് എളുപ്പമുള്ള 4 അക്ഷരങ്ങൾ എഴുതാം. PQRS, ഈ 4 അക്ഷരം എടുക്കുക. അപ്പോൾ ഈ ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? 10P + Q. അടുത്തത് ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? 10R + S. ഇനി ഇത് മൾട്ടിപ്ലൈ, നമുക്ക് ബ്രാക്കറ്റ് പൊട്ടിക്കുന്ന പ്രോസസ്സൊക്കെ നമുക്കറിയാലോ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് ഫസ്റ്റും തേർഡും നമ്മൾ മുമ്പ് ചെയ്തിരുന്നത് അങ്ങനെ തന്നെയാണല്ലേ? ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും 4 2s ആണ് നമുക്കിവിടെ 8 വന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 10 × 10 10P × 10R. അപ്പോൾ 10P × 10R എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 10 × 10 100 PR.
ശരിയല്ലേ? ഫസ്റ്റിന്റെയും ലാസ്റ്റിന്റെയും പ്രോഡക്റ്റ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ എന്ത് ഇൻറ്റു 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. അടുത്തത് നെക്സ്റ്റ് പിന്നെ എന്താ, ഈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റും, അതായത് 10p ഇൻറ്റു എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 10p ഇൻറ്റു എസ് പ്ലസ് അടുത്ത എന്താ, ഇത് രണ്ടും കൂടി അല്ലേ, ക്യൂ ഇൻറ്റു 10r അല്ലെങ്കിൽ 10r ഇൻറ്റു ക്യൂ. അപ്പം ഇതെന്ത് വരും, രണ്ടിലും 10 കോമൺ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 10 പുറത്തെടുത്തു. ബാക്കി എന്തുണ്ട്, ബാക്കി p ഇൻറ്റു എസ് പ്ലസ് ആർ ഇൻറ്റു ക്യൂ. അപ്പം നമ്മുടെ പ്രോബ്ലത്തിൽ സംഭവിച്ചതാണ്, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു, ആ ആൻസറിൻ്റെ കൂടെ ഇൻറ്റു എന്ത് ചെയ്യണം, 10ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ലാസ്റ്റ് ടൈം എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ബ്രാക്കറ്റ് പൊട്ടിക്കൽ പ്രോസസ്സ് നടത്തിക്കുക, ഇതും കൂടി ചെയ്തു, ഇതും കൂടി ചെയ്തു, ഇതും കൂടി ചെയ്തു. ലാസ്റ്റ് ഏതാ ഉള്ള, ഇത് രണ്ടും കൂടി ക്യൂ ഇൻറ്റു എസ്, അപ്പം നമുക്ക് എന്ത് കിട്ടും, ക്യൂ എസ്. അപ്പം അതേ പ്രോസസ്സ് ദെൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ശരിക്കും ഇതെന്താണ്, എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി എന്നുള്ള ഫോർമാറ്റ്. നമ്മളത് ചെയ്യുമ്പോൾ എങ്ങനെ വരണം, എ ഇൻറ്റു സി പ്ലസ് എ ഇൻറ്റു ഡി പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ബി ഇൻറ്റു ഡി. ഇത് 2 ഡിജിറ്റ് നമ്പറിൽ വന്നുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് കൊടുത്തത്, 10 എന്ന് കൂട്ടി കൊടുത്തത്. ഓക്കെ, ക്ലിയർ ആയോ? എങ്ങനെ അങ്ങനെ അത് ശരിയല്ലേടാ, അല്ലാത്തൊരു വൃത്തികേടാണോ? വൃത്തികേടാണ്, ഒഴിവാക്കാം. അങ്ങനെ 8ാം ക്ലാസ്സിൻ്റെ സെറ്റായി, 8 മാറ്റി വെക്കാം. ഇത് വലിയ പണിയാണല്ലോ എല്ലാ ദിവസവും, സ്കൂളിനേക്കാളും വലിയ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ഹാർഡ് വർക്കിംഗ് എവിടെ പോകില്ലേ, കാരണം എനിക്കൊരു റിലാക്സ് സമയം ഇപ്പം ഇല്ലാതായിടാ, പോലും കാണാൻ പറ്റുന്നില്ല എനിക്ക്. ടി വി കാണുന്ന എനിക്കിവിടെ എഡിറ്റിങ് ചെയ്യണം, തമ്പനയിൽ ഇടണം, അങ്ങനെയുള്ള എല്ലാ, എനിക്കാണ് ഒരു ഫ്രീ ടൈം ഉണ്ട്. നാളെ മൊത്തം എങ്ങനെ ഇല്ല, പക്ഷെ പൈസ ഉണ്ടാക്കണ്ടേ, പൈസ നാളെ പൈസ കിട്ടാൻ തുടങ്ങിയ എന്നെ ചെയ്യുന്നതാ, ലോൺ അടിക്കാനൊന്നും പറ്റുന്നില്ല, 3 മാസം മുടങ്ങുമോ, അമ്മ ബാങ്കിൽ ചെക്ക് ചെയ്യുമെന്ന് എനിക്ക്. എടാ നീ ഫ്രീ ആയിട്ട് നിൽക്കണേ, എനിക്കൊരു 3 പടം വരച്ചു തരാമോ? അവിടെ 3 പടം നല്ല വൃത്തിയായിട്ടൊന്ന് വരച്ചു തരാമോ? പടം തരാം. ഇത് വൈറ്റ് പേപ്പർ, ഇത് എനിക്ക് ആൻസർ എഴുതാൻ പോലെ വരച്ചിട്ടുണ്ടേ. ഇത് 3 ഇടാ, ഇത് എടാ ഇത് വരച്ചിട്ട് അതിനെ പോലെ ചെയ്യാനുള്ള സ്ഥലം, ഇത് വരച്ചിട്ട് പോലെ ചെയ്യാനുള്ള ഇത് ഞാൻ 7 ചെയ്യുമ്പോഴത്തേക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ യുഎസ്എസിന്റെ ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ സാറിന് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് യുഎസ്എസിന്റെ ക്വസ്റ്റ്യൻ തയ്യാറാക്കി കൊടുക്കണം. ഇത്രയും ബിസി ആയിട്ടുള്ള കാര്യം അതൊന്നും എനിക്ക് അറിയത്തില്ല. നമുക്ക്
എന്നാ പക്ഷേ കുളിക്കുമ്പോ നന്നായിട്ട് തല തോർത്താഞ്ഞിട്ടല്ലേ?